എൻ്റെ പേര് ബിന്ദു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തത്. എൻ്റെ ഈ മോക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൾക്ക് ജന്മനാലെയുള്ള ശ്വാസമുട്ടലാണ്. ആ ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞോടെ അവൾക്ക് ഓക്സിജനും അങ്ങ് കുറയും. എനിക്ക് എല്ലാ മാസവും ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കയറാനേ നിവൃത്തിയുള്ളൂ, അല്ലാതെ അവിടെ അസുഖം മാറത്തില്ലായിരുന്നു. പിന്നെ ഞാൻ 2019 ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു കഴിഞ്ഞു. അച്ഛൻ്റെ അരികെ പ്രാർത്ഥിക്കാൻ വന്നു. അച്ഛൻ സൈത്ത് ഭൂഷി പ്രാർത്ഥിച്ചു. അതോടെ അവിടെ ആ അസുഖത്തിൻ്റെ അങ്ങും ശ്വാസം മുട്ടലും ഓക്സിജൻ കുറയുന്നതും മാറി. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തുമ്മലായി. അസുഖം തുമ്മലെന്ന് പറഞ്ഞാൽ അങ്ങ് കൺട്രോൾ ഇല്ലാതെ അങ്ങ് തുമ്മുവാണ് ആ കൊച്ചു കിടന്ന്. അത് ഞാൻ ഡോക്ടറെ ഇരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഇവൾ ഭയങ്കര ഒരു അലർജിയുടെ ഒരു ആളാണെന്ന് പറഞ്ഞു. അന്നേരം അവൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് മരുന്ന് കൊടുക്കണം പറഞ്ഞു. ഞാൻ 2 മാസം കൊടുത്തു. അത് കഴിഞ്ഞപ്പം കൊച്ചിന് പഠിക്കാനും പറ്റുന്നില്ല, ഉറക്കം തന്നെ ഉറക്കമായി. പിന്നെ ഞാൻ ആ മാതാവിന് പറയും, മാതാവേ ഞാൻ ഇനി മരുന്ന് കൊടുക്കുന്നില്ല, അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ കൊടുക്കുകയാണ്, അത് കൊടുത്ത് അവിടെ അസുഖം മാറണേന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ മൂക്കിൽ നിന്ന് അങ്ങ് വെള്ളം ഒഴുകും. ടവൽ എത്രയാണ് ഉപയോഗിക്കുന്നത് തന്നെ കണക്കില്ലാതാണ് അവൾ ടവൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ അസുഖം അമ്മ മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തൈലം പൂശി മൂക്കയിലും നെറ്റിയിലും അവിടെ നെഞ്ചത്തും വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പിട്ട് ആഹാരം കൊടുക്കുമായിരുന്നു. അവിടെ ആ അസുഖം അമ്മ മാതാവ് മാറ്റി തന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് 10 വർഷമായിട്ട് തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. തൈറോയിഡ് അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലഡിനകത്ത് വരെ അതങ്ങ് കലർന്നു പോയായിരുന്നു ആ തൈറോയിഡ്. പിന്നെ തൊണ്ടയിൽ കൊച്ചു മുഴകളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരിയിലെ സ്കാൻ ചെയ്തപ്പോൾ ആ മുഴകൾ ഒറ്റ പോലും എൻ്റെ തൊണ്ടയിലില്ല. ബ്ലഡിനകത്തു നിന്ന് വരെ ആ തൈറോയിഡിൻ്റെ അസുഖം മാറ്റി. എനിക്കിപ്പോൾ ഒരു മരുന്നുമില്ല. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേ ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ മാതാവിൻ്റെ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ നിത്യാരാധന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അതിലേ വരുന്നു. അച്ഛൻ്റെ പുറകെ ഇഷ്ടംമോൾക്ക് ആൾക്കാർ വരുന്നുണ്ട്. അന്നേരം ഇവിടെ ആദ്യം ആയതുകൊണ്ട് എനിക്ക് അച്ഛൻ്റെ അരികെ ചെല്ലാവോ ഇല്ലയോ എന്ന് അറിയാതെ ഞാനിവിടെ ഇങ്ങനെ അന്തിച്ചങ്ങ് നിൽക്കും. അവിടെ തന്നെ നിന്നുപോയി. അന്നേരം അച്ഛൻ നേരെ എൻ്റെ അരികെ വന്നു. എൻ്റെ അരികെ വന്നിട്ട് എൻ്റെ തൊണ്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ അനുഭവം എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പം ഉണ്ടായത്. പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളാണ്, അവിടെ പേര് ബിൻഡ. അവൾക്ക് ദേഹത്ത് ഇങ്ങനെ വെള്ളപ്പാടുണ്ടാകുന്ന അസുഖം ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ദേഹത്തെ എല്ലാം മാറി. പിന്നെ കാലയിലൊരു വെള്ളപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു പൊട്ടിൻ്റെ വലിപ്പത്തിലായിരുന്നു ആ പാട്. അത് മാറുന്നില്ലായിരുന്നു. അവൾക്ക് 5 വയസ്സുള്ളപ്പം തുടങ്ങിയതാണ്. ആ പാട് അങ്ങോട്ട് മാറുന്നില്ല. ഞാൻ അച്ഛൻ്റെ അരികെ കൊണ്ടുവന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ പാട് മാറുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനും അവിടെ നിലത്തിരുന്ന് അവിടെ കാലയിലെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിന്നെ എപ്പോഴാണോ ആ പാട് മാറിയെന്നറിയത്തില്ല, വലിയൊരു പാടായിരുന്നു. അതും മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിതവേല ചെയ്തത് ചങ്ങനാശ്ശേരി ബാലിക ഭവനുണ്ട്. അവിടെ 15 കുട്ടികളെ നോക്കുന്ന സിസ്റ്റർമാർ. അന്നേരം അവിടെ ഞാൻ അരിയെ പച്ചക്കറിയെ പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള പൈസയും സിസ്റ്റർമാരെ കൊടുക്കുമായിരുന്നു. പിന്നെ ചങ്ങനാശ്ശേരിയിൽ വൃദ്ധസദനം സന്ദർശിക്കുമായിരുന്നു. അവിടെയും ഞാൻ ഒരു ചെറിയ തുക കൊടുക്കും, എൻ്റെ കയ്യിലുള്ള പോലെ കൊടുക്കും. പിന്നെ തെരുവിലുള്ളവർക്കും ഭക്ഷണം കൊടുക്കും. പക്ഷേ ഇപ്പോൾ ആർക്കും അങ്ങനെ ആഹാരം കൊടുക്കാൻ അവിടെ ഒന്നും ആരുമില്ല. നേരത്തെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇതാണ് എൻ്റെ പ്രേക്ഷണ. പിന്നെ കൃപാസന പത്രം ഞാൻ വീട് തോറും ഇറങ്ങി, കടകളിലൊന്നും കൊടുക്കുകയില്ല, ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞാൻ പത്രം വിശ്വാസപ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. ഈ പാമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. മുറ്റത്തോട്ടൊക്കെ ഈ തവളയൊക്കെ ഓടിച്ചുകൊണ്ട്, ചേരയാണോ എന്നോ എന്നറിയത്തില്ല, അത് കാണുമ്പോൾ തന്നെ എൻ്റെ ജീവൻ പോവും. അതുപോലാണ് പാമ്പിൻ്റെ ശല്യം ഭയങ്കര ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് വീടിന് ചുറ്റും ഇട്ട് പ്രാർത്ഥിച്ച് ആ ശല്യം ഇപ്പം ഒരെണ്ണത്തിനെ പോലും ഇപ്പം കാണാറില്ല.